ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനത്തിന്റെ തിളക്കത്തിലാണ് കോട്ടയത്തെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. കഷ്ടപ്പാടുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ നിറഞ്ഞ് ഇവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് വന്നപ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു സൗഭാഗ്യം വന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ലോട്ടറി എടുക്കാറുള്ളതാണ്. ബമ്പർ ഞങ്ങൾ 4 പേരും കൂടെ തന്നെ എടുക്കാറുള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ എടുത്തു. ഇതിൻ്റെ അത് വന്നൊരു കുഴപ്പമെന്ന് ഇവർ അവസാനത്തെ 4 അക്കം മാത്രമേ നോക്കിയുള്ളൂ. നോക്കിയിട്ട് എന്നോട് പറയും ഒന്നുമില്ലെന്ന് പറഞ്ഞ് കളയാൻ തന്ന ടിക്കറ്റാണ്. അപ്പം ഞാൻ അന്ന് രാവിലെ ഈ മൊബൈലിൽ സ്കാൻ ചെയ്യുന്ന ഒരു ആപ്പ് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ചുമ്മാ സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴാണ് ഒരു കോടി അടിച്ചത്. ഞെട്ടിപ്പോയി. പിന്നെ ഇവരോട് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല. പിന്നെ പള്ളിപ്പുറത്താലമ്മ കൊണ്ട് കത്തയിട്ടാ പിന്നെ ഇവർ വിശ്വസിച്ചത്. എന്നാ നിങ്ങൾ ടിക്കറ്റ് എടുത്തത്? നിങ്ങൾ നറുക്കെടുക്കുന്ന ബുധനാഴ്ച ഉച്ചയ്ക്ക്. അന്ന് വൈകിട്ടായിരുന്നു നറുക്കെടുപ്പ്. ആ ചേട്ടന് 2 ടിക്കറ്റ് ഉള്ളത്. അതിലൊരെണ്ണം ഞങ്ങൾ എടുത്ത്, ഒരെണ്ണം ഐഡയിലെ സെക്യൂരിറ്റി ചേട്ടൻ എടുത്ത്. ആ ചേട്ടൻ ഇന്നലെ എന്നോട് പറയാം ബിജു അത് എടുത്തോണ്ടാ, അല്ല എനിക്കത് കിട്ടിയാനെന്ന് ഉള്ളി എന്നോട് പറഞ്ഞ്. എന്റെ ഏറ്റവും പഴയ വണ്ടി സ്റ്റാൻഡിലെ 20 വർഷമായ വണ്ടിയാണ്. എന്റെ ആധാരം ഇവിടുത്തെ ബാങ്കിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്കിപ്പോ അത് ആധാരം എടുക്കണം, എന്റെ വണ്ടി മാറി പുതിയ വണ്ടി ആക്കണം. ഞങ്ങളുടെ ഇവിടെ ഉള്ള പ്രസാദമായിട്ടും വാടക വീടാണ്, കൂലി വണ്ടി ഓടിക്കുന്നത്. അപ്പം പുള്ളിക്കും ഒരു സ്വന്തം വീട് മേടിക്കാൻ. ഷമീറിനും അതുപോലെ വാടക വീടില്ല. ഷമീറിന് 2 പെൺപിള്ളേരാണ്. ഞങ്ങളെല്ലാം പ്രാരാബ്ധക്കാർ. ഞങ്ങൾ എന്നും തൊഴുന്ന പള്ളിപ്പുറത്താലമ്മയാണ്. ഞങ്ങൾക്ക് അമ്മ തന്നാണ്. പോയ ടിക്കറ്റ് ഞങ്ങൾക്കത് എനിക്ക് ആ സ്കാൻ ചെയ്യാൻ തോന്നിയില്ല. അത് കീറി പോകുന്നേ ഉള്ളൂ. പ്ലാസ്റ്റിക് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനും കീറാഞ്ഞല്ലേ, ഞാനും കീറിക്കളയത്തുള്ളൂ. ഏക്കാലും ദൈവം ഞങ്ങൾക്ക് തന്നത്.